ഹായ്. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഇത്തവണ ഒരു അടുക്കിപ്പെറുക്കുന്ന വീഡിയോ കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കിച്ചണായിരുന്നു, ഇത്തവണ നമ്മൾ ഹോളും അതുപോലെ ലിവിങ് ഏരിയയൊക്കെ ആയിട്ട് ആ ഭാഗത്തൊക്കെയാണ് അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ലിവിങ് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് ഒന്നുമില്ല, അതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ രണ്ട് താത്തമാർ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകും. അപ്പോൾ ആ ഒരു പണി നമുക്കില്ല. ബാക്കിയുള്ള ഈ ഡെക്കോർ ഐറ്റംസും അതും ഇതൊക്കെ പുറത്തേക്ക് ഇറക്കി എല്ലാം പൊടി തട്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. അതുപോലെ തന്നെ സോഫ നമ്മൾ റാപ്പ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് ഉമ്മാൻ്റെ സാരി അതുപോലെ നമ്മളെ മുണ്ടൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടാണ് വിരിച്ചിട്ടിട്ട് പോകും. റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂപ്പൽ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അല്ലറ ചില്ല പരിപാടിയാണ് കേട്ടോ. ഇന്ന് അതൊക്കെ സെറ്റാക്കലാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഡ്രൈ ഫ്ലവർ വെക്കാറുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇതുപോലെ എസെൻസ് ഓയിൽ ഒഴിക്കാറുണ്ട്. നല്ല സ്മെല്ലാണ്, നമുക്ക് പല സ്മെല്ലുള്ളതും കിട്ടും കേട്ടോ. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൻ്റെ പേരൊന്നും വായിക്കാൻ കിട്ടില്ല, അങ്ങനത്തെ ഒരു പേരുകളാണ്. ഇതിപ്പോൾ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഇതൊരു 3-4 ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പല സ്മെല്ലുള്ളതും. ഇതൊരു ഫ്രാങ്കി പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമ്മളുടെ ജാസ്മിൻ മുല്ലപ്പൂവിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലാണ്. പക്ഷേ നമ്മുടെ റൂമൊക്കെ നല്ല സ്മെല്ലായിരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ലിവിങ് ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ച് ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഹോം ടൂർ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വിട്ടതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഭയങ്കര പണിയാണ്. കാരണം ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് ടൈമില്ല. ഒരു മാസത്തെ ലീവിന് വന്നതുകൊണ്ട് ഇത് മൊത്തമായിട്ട് കാണിക്കാനുള്ള ടൈമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ സമയമുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. എന്ത് സംശയത്തിന് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവർക്കൊക്കെ കുറേ ഡൗട്ട് ഉണ്ടാവില്ല. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. വീട് വെക്കുന്ന സമയത്ത് കുറേ ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം റിപ്ലൈ തരാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ്സ് ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്താട്ടെ നമ്മുടെ ഡൈനിങ് ഏരിയ. ഞാൻ ഡൈനിങ് ടേബിൾ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സാധനങ്ങളൊന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ടേബിളിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ബേ വിൻഡോ ഉണ്ട്. നല്ല സുഖാട്ടോ ഇവിടെ ഇരിക്കാൻ. ഞാനും ഇക്കയും മക്കളൊക്കെ ആരായാലും ഇവിടെ ആട്ടോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന സ്ഥലമാട്ടോ അത്. ഇക്കാണെങ്കിൽ രാവിലെ എണീറ്റ് വന്നാലൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. നല്ല സുഖമാണ്, നല്ല കാറ്റും വരും. നമ്മൾ ഫ്രൂട്ട്സ് ചെടികൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഈ ഒരു ഭാഗത്താട്ടോ. പിന്നെ ഈ അപ്പുറത്തു നിന്നൊക്കെ നല്ല കാറ്റും വരും. വീടിൻ്റെ പ്ലാന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നല്ല വെളിച്ചം അകത്തേക്ക് വരണം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിന് കുറേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് വന്ന ഫസ്റ്റ് ഈ വിൻഡോകളെല്ലാം ഓപ്പൺ ചെയ്തിടും. ഇതുപോലെ നമ്മുടെ കോർട്ട്യാർഡിലേക്കുള്ള വലിയ ഗ്ലാസ്, ഈ ഒരു കേർട്ടന് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തിടും. എനിക്ക് നല്ല വെളിച്ചം വേണം. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. എനിക്കിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഏരിയ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേർട്ടനൊക്കെ മാറ്റിയിട്ടാണ് രാവിലെ എണീറ്റ് വന്നാൽ തന്നെ ഫസ്റ്റ് ഞാൻ എല്ലാ വിൻഡോൻ്റെയും കേർട്ടൻ മാറ്റും. വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അവിടെയൊക്കെ ഞാൻ വിൻഡോസ് ഓപ്പൺ ചെയ്യും. ഞാൻ ലിവിങ് ഏരിയയിലും കണ്ടല്ലോ, അവിടെ കേർട്ടന് അവിടെ ഓപ്പൺ അല്ല, ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പോൾ അത് ഞാൻ കർട്ടൻ പൊക്കിയിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഞാൻ വീടിങ്ങനെ ഓരോ ഭാഗം അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഫാമിലി ലിവിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ ഞാൻ ഇന്നത്തെ സെറ്റിങ്സ് മതിയാക്കാണ്. ഇനിയിപ്പോൾ അധികം സ്ഥലങ്ങളൊന്നുമില്ല. ഇനി ബെഡ്റൂം ഞാൻ ഓൾറെഡി നമ്മൾ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആയിരുന്നു ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു വാഷ് ബേസ് ഏരിയയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇന്നത്തെ പണി കലാസ്. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഹാൻഡ് വാഷ് ഡിസ്പെൻസറും ഇവിടെ ഒരു ഫ്ലവർ പോട്ടും കൂടെ വെക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് പ്ലാന്റ്സും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലാന്റ്സ് ഇതിന്മേ കുറേ ഇല ഡ്രൈ ഇല ആയിട്ടുണ്ട്. കുറേ പഴുത്ത ഇലകളൊക്കെ വീഴുന്നുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേ. ഇതിപ്പോൾ വന്നിട്ട് വെള്ളം ഒഴിക്കാറാണ് ഉപ്പാക്ക്. പിന്നെ അധികം ഇത് ഇങ്ങനെ സൺലൈറ്റ് കൊള്ളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറേ പഴുത്ത ഇലകളൊക്കെ ഞാൻ മാറ്റിയിട്ട്, നമ്മൾ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ഈ പഴുത്ത ഇലകൾ അതുപോലെ ഈ ലീഫുമൊക്കെ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മളൊരു ടിഷ്യൂ കൊണ്ട് ഒന്ന് നനച്ച് തോർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലൈസിങ് കിട്ടും കേട്ടോ. നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് എന്ത് വെക്കുകയാണെങ്കിലും അതിൻ്റെ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് കെയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇൻഡോറിൽ അങ്ങനെ പ്ലാന്റ് വെച്ചുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. ഡ്രൈ ഇലകൾ, നമ്മൾ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുക. അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് ഇൻഡോർ പ്ലാന്റ് നല്ല ഭംഗി കിട്ടുക. ഞാൻ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉണങ്ങി, നമ്മൾ ഫസ്റ്റ് അവർ വെക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ വെക്കും, പിന്നെ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. പക്ഷേ ഇൻഡോർ പ്ലാന്റ് നന്നായിട്ട് കെയർ ചെയ്താൽ നമ്മളെ വീട്ടിൽ നല്ല ഭംഗിയാണ്, നല്ല ഫ്രഷും ഉണ്ടാവും. പിന്നെ അല്ലേ ഈ ഒരു ഭാഗമാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മുടെ വലിയ ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോട്ടിയാടിലേക്കുള്ള. ഈ ഒരു ഈ ഒരു കർട്ടനൊക്കെ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് വന്നാൽ മാറ്റി വിൻഡോ ഓപ്പൺ ചെയ്തിടാറാണ്. നല്ല എയർ സർക്കുലേഷൻ ആട്ടോ ഇത്. ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സൊക്കെ വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടും. പിന്നെ ഉണ്ടല്ലോ ഇതില്ലേ, ഞാൻ നമ്മുടെ ബാക്കിൽ തൊടിയിൽ മതിൽമ ഇങ്ങനെ നമ്മൾ ബാക്കി വന്ന ഫുഡൊക്കെ ഇങ്ങനെ വെക്കുന്ന കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കിളികൾ വന്നിട്ട് ആ ഫുഡ് കഴിക്കും. നല്ല രസമാട്ടോ അത് കാണാൻ. ഇതിപ്പോൾ അണ്ണാൻ, അതുപോലെ മൈന, പിന്നെ ചെമ്പോത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കിളികൾ വന്നിട്ട് കഴിക്കും, ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് വേറെ ഒന്നിനുമല്ല, കുറച്ച് ഫ്രൂട്ട് ചെടികൾ വാങ്ങാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ഇനിയിപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ വെച്ചാൽ നമുക്ക് നന്നായിട്ട് പിടിക്കുമല്ലോ ഈ മഴക്കാലത്ത് വെച്ചാൽ. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് പോകുന്നതാണ്. നമുക്ക് നാരങ്ങ തൈ, അതുപോലെ അവക്കാഡോ, പിന്നെ വേറെന്തോ, പിന്നെ നമ്മൾ പ്ലാവ് വാങ്ങിയിട്ടില്ലായിരുന്നു, പിന്നെ മൾബറി വാങ്ങി. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചില പ്ലാന്റും അതങ്ങനെ ഫ്രൂട്ട്സൊക്കെ കാണുന്നത്, എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല. ഇതും ഒരു ഫ്രൂട്ടാണ്. ഇതിന് അധികം വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഫ്രൂട്ടിന്. പിന്നെ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അവിടെ കണ്ട്. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല. പിന്നെ അതിൻ്റെ ആ ചെടിയൊരു അങ്ങനെ ഒരു വൃത്തിയില്ലാതെയാണല്ലോ നിൽക്കുക, അപ്പോൾ അതൊന്നും വാങ്ങിയില്ല. നമ്മൾ അവിടുന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ചായയൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.